ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ നിരകളുടെ മടിത്തട്ടിലുള്ള ദ്വാരാഹത്തിലേക്ക് നടത്തിയ ആ പഴയ യാത്ര ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഒരു മുൻകൂട്ടി പ്ലാൻ ചെയ്ത യാത്രയായിരുന്നില്ല അത്. യാദൃശ്ചികമായി ആരോ വിളിച്ചതുപോലെ വന്നെത്തിയ ഒരു അപൂർവ അനുഭവം. ക്രിയായോഗയുടെയും ആത്മീയ അന്വേഷണങ്ങളുടെയും ഉറവിടമായ പരമഹംസ യോഗാനന്ദൻ്റെ ഒരു യോഗിയുടെ ആത്മകഥ, ആൻ ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ യോഗി. വായിച്ചിട്ടുള്ളവർക്ക് മഹാവതാർ ബാബാജിയെയും ഈ ഹുഗയെയും കുറിച്ച് അറിയാതിരിക്കാൻ വഴിയില്ല. ദ്വാരാഹത്തിൽ നിന്ന് കുകുചിന എന്ന സ്ഥലം വഴിയാണ് ബാബാജി ഹുഗയിലേക്കുള്ള വഴി ആരംഭിക്കുന്നത്. പ്രധാന റോഡിൽ നിന്ന് മാറി ഹുഗയിലേക്ക് നടന്നു കയറുന്ന ആ വഴികൾ വളരെ ശാന്തമാണ്. ചുറ്റും കൂറ്റൻ പൈൻ മരങ്ങളും പ്രകൃതിയുടെ നിശബ്ദതയും മാത്രം. ഓരോ അടിയും മുന്നോട്ട് വയ്ക്കുമ്പോൾ മനസ്സ് കൂടുതൽ ശാന്തമാകുന്നത് അറിയാൻ കഴിയുമായിരുന്നു. ശരിക്കും പ്രകൃതി നമ്മളെ ആത്മീയതയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പോലെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ആ യാത്ര. വഴിയിൽ കണ്ട എൻ്റെ യാത്രയിൽ എനിക്ക് വഴികാട്ടിയായിട്ടുള്ള ഈ സുഹൃത്തും ചെറിയ നീരൊഴുക്കുകളും പ്രകൃതി ഭംഗിയും യാത്രയുടെ ആയാസം ഒട്ടും അനുഭവപ്പെടുത്തിയിട്ടില്ല. കാറ്റിൽ അലയടിക്കുന്ന കാടിൻ്റെ ശബ്ദം മനസ്സിന് തന്ന ആ ഒരു ശാന്തതയുണ്ടല്ലോ, അതിപ്പോഴും വിവരിക്കാനാവാത്തതാണ്. എൻ്റെ ഓരോ യാത്രകളിലും എൻ്റെ വഴികാട്ടിയായി ഇങ്ങനെയുള്ള ആളുകൾ ഈശ്വരാനുഗ്രഹം പോലെ ഈശ്വരൻ്റെ വഴികാട്ടിയായി എൻ്റെ കൂടെ വരാറുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെ. പലർക്കും പല ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും എൻ്റെ യാത്രയിൽ കുറേ യാത്രകളിൽ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ വഴികാട്ടി ഈ തവണയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ വിജനമായിട്ടുള്ള ഈ കാട്ടിലൂടെ നടക്കുമ്പോൾ നിശബ്ദത മാത്രമേയുള്ളൂ. നമുക്ക് ബഹളം വെച്ച് നടക്കാൻ പോലും തോന്നില്ല. ഈ യാത്ര അങ്ങനത്തെയുള്ള യാത്രയാണ്. ഓരോ കാൽപാദങ്ങൾ വയ്ക്കുമ്പോൾ ആ കാലടിയുടെ ശബ്ദങ്ങളും പ്രകൃതിയെ നിരീക്ഷിക്കുന്ന ശബ്ദങ്ങളും പ്രകൃതിയായി നമുക്ക് തരുന്ന പല ശബ്ദങ്ങളും മഹാവതാർ ബാബാജിയുടെ ഹുഗയുടെ അടുത്തേക്ക് എത്താറായി എന്ന് നമുക്ക് തോന്നും തക്ക വിധം പ്രകൃതി നമുക്ക് ഓരോ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരും. അത് ശബ്ദമായിട്ടും അനുഭവങ്ങളായിട്ടും ഓരോ എനർജിയെ സെൻസ് ചെയ്യുന്നതായിട്ടും നമുക്ക് അവിടെ അനുഭവിക്കാൻ പറ്റും.
മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കണ്ട ഈ കൽപ്പടവുകൾ എനിക്ക് തന്ന അനുഭൂതി വേറൊരു തലത്തിലായിരുന്നു. ഞാൻ കുറച്ച് നേരം ഒന്ന് കണ്ണ് ചിമ്മാതെ നോക്കി നിന്നു. ഈശ്വര, എൻ്റെ ഗുരു സമക്ഷത്തിലേക്കാണല്ലോ എൻ്റെ ഈ യാത്ര. ഈ കൽപ്പടവുകൾ അങ്ങോട്ടേക്കുള്ളതുപോലെ എനിക്ക് തോന്നി. എന്നെ ശരിക്കും ആശ്ചര്യപ്പെടുത്തി എന്ന് തന്നെ പറയാം. അതങ്ങനെയായിരുന്നു ആ അനുഭവം. അവസാനം ആ വിശുദ്ധ ഭൂമിയിൽ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം എന്ന് വെച്ചാൽ, മഹാബദർ ബാബാജി ക്രിയായോഗ ഉപദേശിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ആ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഹുക നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഞാനതിന് മുൻകൂട്ടിയായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ മനസ്സിലൊന്ന് ഭാവന ചെയ്യുക ആ കാഴ്ച എന്തായിരിക്കുമെന്നുള്ളത്. മഹാവതാർ ബാബാജി ഇപ്പോഴും സൂക്ഷ്മ ശരീരത്തിൽ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടം. ആ ഹുഗയുടെ അടുത്തേക്ക് ഞാൻ വയ്ക്കുന്ന ഓരോ കാൽപാദങ്ങൾക്കും എൻ്റെ ചുവടുകൾക്കും ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ പറയുന്നു, ഇതെവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിനു മുന്നേ ഞാൻ എവിടെയോ ഇത് കണ്ടിട്ടുണ്ട്, ഇവിടെ ഞാൻ പോയിട്ടുണ്ട്, ആരൊക്കെയോ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ വെച്ച്. ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ എന്നെ ആ രീതിയിലാണ് എന്നെ വരവേറ്റതും പല രീതിയിൽ എന്നെ കാണാൻ സാധിച്ചതും എന്നെ അനുഭവിപ്പിച്ചതും അതുതന്നെയായിരുന്നു. നൂറ്റാണ്ടുകളായി എത്രയോ യോഗികളും ആത്മീയ അന്വേഷകരും ധ്യാനത്തിൽ മുഴുകിയ ഈ മണ്ണിൽ വന്ന് നിൽക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കപ്പെടുന്നു. അവസാനം നമ്മൾ മഹാവതാർ ബാബാജിയുടെ ഹുഗയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നൊരു എനർജി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിനപ്പുറമാണ് ആ അനുഭവം. ആ ഹുഗയിലിരുന്നുള്ള ധ്യാനം ഒന്ന് വേറെ തന്നെയാണ്. കണ്ണടച്ചിരിക്കുമ്പോൾ മനസ്സ് പെട്ടെന്ന് തന്നെ ആഴത്തിലുള്ള ശാന്തതയിലേക്ക് അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷനിലേക്ക് വഴുതി വീഴും. തീർച്ചയാണ്. ബാഹ്യലോകത്തെ ചിന്തകളും തിരക്കുകളും എല്ലാം അലിഞ്ഞു പോകുന്ന ഒരവസ്ഥ. ശ്വാസത്തിൻ്റെ വേഗത കുറഞ്ഞ് ഉള്ളിലെ ശൂന്യതയും പൂർണ്ണതയും ഒരേപോലെ അനുഭവപ്പെട്ട നിമിഷങ്ങൾ. എത്ര നേരം ഞാൻ ആ ഹുഗയിൽ മെഡിറ്റേഷൻ ചെയ്തു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇരിക്കുന്ന സമയത്ത് അനുഭവിച്ച അല്ലെങ്കിൽ ഞാൻ സഞ്ചരിച്ച ഓരോ യാത്രകളുണ്ട്. മനസ്സിൻ്റെ തലം കൊണ്ട് ഞാൻ സഞ്ചരിച്ച യാത്ര അതെനിക്കിവിടെ പറയാൻ പറ്റില്ല. അത്രയേ ഉണ്ട് എൻ്റെ ആ അനുഭവം. ചില യാത്രകൾ കാഴ്ചകൾ കാണാൻ മാത്രമല്ല, നമ്മളെ തന്നെ തിരിച്ചറിയാനും ഉള്ളിലേക്ക് നോക്കുവാനുമാണ്. ഈ യാത്രയും അത്തരത്തിലുള്ള യാത്രയായിരുന്നു. മറക്കാനാവാത്ത യാത്ര.